ഹായ്, എൻ്റെ പേര് ജൽവാ ജലീൽ. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ്. എൻ്റെ വീട് ഒരു പ്രത്യേകത ഉണ്ട്. എനിക്കൊരു ഭാഗ്യം എന്ന് പറയുന്നത് സാക്ഷാൽ മെസ്സി കയ്യൊപ്പ് വെച്ചൊരു ജേഴ്സി എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെൽസിയുടെ ഒരു ഹോം മാച്ച് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് എന്ന നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു മാച്ച് കാണുക എന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾ പ്രീമിയർ ലീഗ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ജോൺ ടെറി എന്നൊരു പ്ലെയറെ നമ്മൾ കാണുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ കളി നമ്മൾ തുടർച്ചയായിട്ട് ആ പ്ലെയറുടെ കളി നമ്മൾ പിന്തുടർന്ന് വരികയും പിന്നീടാണ് ആ പ്ലെയർ ചെൽസി എന്നൊരു ക്ലബിലാണ് കളിക്കുന്നതെന്നും അതുപോലെ തന്നെ നാഷണൽ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിനാണ് അയാൾ കളിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. പിന്നീട് ആ കാലം മുതലാണ് ഞങ്ങൾ ചെൽസി എന്ന ക്ലബിനെയും ഇംഗ്ലണ്ട് എന്ന നാഷണൽ ടീമിനെയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. എനിക്ക് വീട്ടിൽ ചെൽസിയുടെ ഐഡൻറ്റിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ലണ്ടനിലുള്ള എൻ്റെ ഫ്രണ്ട് മുഖാന്തരമാണ് ചെൽസിയുടെ പ്ലേയേഴ്സ് കയ്യൊപ്പ് വഹിച്ച ഈ ജേഴ്സികൾ ഞാൻ ഒപ്പിച്ചു തുടങ്ങിയത്. ആദ്യം മുതലേ എനിക്ക് കുറച്ച് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് എനിക്കൊരു പാഷനേറ്റായി മാറി. അങ്ങനെ ഇപ്പം ചെൽസിയുടെ ഏകദേശം ഒരു 50-ൽ പരം പ്ലേയേഴ്സ് കയ്യൊപ്പ് വെച്ച ജേഴ്സികളുണ്ട് എൻ്റെ കയ്യിൽ. എന്തുകൊണ്ട് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ശരാശരി മലപ്പുറം ജില്ലയിലെ ഓരോരുത്തരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കാരണം മലപ്പുറം എന്ന് പറഞ്ഞാൽ കാൽപന്ത് കളി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ISL ക്ലബ്ബുകളെ ഇഷ്ടപ്പെട്ട ടീം എന്ന് ചോദിച്ചാൽ അതെനിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം എനിക്ക് ഇന്ത്യൻ നാഷണൽ ടീമിനെ മീറ്റ് ചെയ്യാനും അവരുടെ ഫോട്ടോ എടുക്കാനും അങ്ങനെ അവരുടെ ഒരു സ്ക്വാഡ് സൈൻ ചെയ്തൊരു ജേഴ്സി കിട്ടാനും എനിക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ ഏത് പ്ലെയർ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് അനസ് എടാത്തൊടികയാണ്. അതുപോലെ തന്നെ ചെൽസിയോട് ഇഷ്ടം എന്നുള്ളത് കൂടിയിട്ട് എൻ്റെ വിവാഹത്തിന് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത മാല പോലും ഞാൻ ചെൽസിയുടെ ലോഗോ പതിപ്പിച്ചിട്ടാണ് ഞാൻ അതും കൊടുത്തത്. ക്ലബിൽ നിന്നും ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് ചെൽസിയുടെ പ്ലെയറായ കൊലുബാലിയും അതുപോലെ തന്നെ ചെൽസിയുടെ വുമൻസ് പ്ലെയറായ എറിൻ കുത്ബർട്ടും നമുക്ക് വിഷ് ചെയ്തുകൊണ്ട് വീഡിയോയും അതുപോലെ തന്നെ ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് വിഷസ് ലെറ്ററും നമുക്ക് ലഭിക്കുകയുണ്ടായി. Hello Jalva, it's Erin Cuthbert here. I just want to wish you a massive happy birthday. Hello Jalva, it's Kalidou Koulibaly from Chelsea. I hope everything okay. I want to wish you happy birthday. ഇപ്പോൾ നമ്മൾ നോർമലി നമ്മളെ കയ്യിലുള്ളത് ഫുള്ള് ചെൽസിയുടെ ഒരു പുതിയ തലമുറ പ്ലേയേഴ്സിൻ്റെതാണ്. നമ്മളെ ലെജൻസായ ചില പ്ലേയേഴ്സുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹമുള്ള പ്ലെയർ എന്ന് പറയുന്നത് ദിദിയർ ദ്രോഗ്ബ എന്നൊരു പ്ലെയറാണ് നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹമുള്ളത്. വീട്ടിലാകട്ടെ ചെൽസിയുടെ ആരാധന എന്നത് ഉപരി വീട്ടിലെല്ലാവരും ഇതിന് വളരെയധികം സപ്പോർട്ടുമാണ് നമുക്ക് തരുന്നത്. ഈ ഉമ്മയാകട്ടെ ഭാര്യയാകട്ടെ എല്ലാവരും ചെൽസി എന്ന് പറയുമ്പോൾ ഇത് നമ്മളോട് ഒരു ക്രൈസായിട്ട് മാറിയതുകൊണ്ട് എല്ലാവരും ഇതിന് വളരെയധികം സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ അടുത്ത് ചെൽസിയുടെ കളക്ഷൻസാണ് ഉള്ളത് മുഴുവനും. അതിലുപരി എനിക്കൊരു ഭാഗ്യം എന്ന് പറയുന്നത് സാക്ഷാൽ മെസ്സി കയ്യൊപ്പ് വെച്ചൊരു ജേഴ്സി എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. മെസ്സി ഒരിക്കലെങ്കിലും ചെൽസിയുടെ ഒരു കുപ്പായത്തിൽ വരും എന്നൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെൽസിയുടെ ഒരു ഹോം മാച്ച് അതും ലണ്ടനിൽ പോയി സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് എന്ന നമ്മളെ ഗ്രൗണ്ടിൽ നിന്ന് ഹോം ഗ്രൗണ്ടിൽ നിന്ന് ഒരു മാച്ച് കാണുക എന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം.